ലണ്ടനിൽ നമ്മുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത മിശ്രയുണ്ടല്ലോ, ഈ പാറ്റ വിപ്ലവത്തിന് തുടക്കം കുറിച്ച് പാറ്റ എന്ന പ്രയോഗം നടത്തിയ സൂര്യകാന്ത മിശ്ര ലണ്ടനിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി. ആ പരിപാടി തടസ്സപ്പെട്ടു. ചീഫ് ജസ്റ്റിസിന്റെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം സദസ്സിൽ നിന്ന് ഉയർന്നതോടെയാണ് പരിപാടി അലങ്കോലപ്പെട്ടത്. ചോദ്യകർത്താവിന്റെ മൈക്ക് ഓഫ് ചെയ്തതോടെയാണ് സദസ്സിലുള്ളവർ പ്രതിഷേധിച്ചത്. ഇമാതിരി പരിപാടി അവിടെയുണ്ട്. ഇതോടെ പരിപാടി നിർത്തിവെക്കുകയായിരുന്നു. മോഡറേറ്റർ ഇടപെടുകയായിരുന്നു പരിപാടിക്കിടയിൽ. വി ആർ എക്സ്ട്രീംലി സോറി എന്നാണ് പറഞ്ഞത്. ഇന്ത്യയുടെ ഈ സമാധാനപരമായ ജനാധിപത്യത്തിലെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിനെ കുറിച്ചൊക്കെയുള്ള അതിൻ്റെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ചുള്ള ചോദ്യമാണ് അവിടെ ഉയർത്തിയത്. ആ ചോദ്യം സൂര്യകാന്തി മിശ്രയോട് അവിടെ ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് സംഘാടകരെടുത്ത നിലപാട്. ഒടുവിൽ മൈക്ക് പിടിച്ച് വാങ്ങുന്നതും പിന്നീട് ആ പരിപാടി മൊത്തത്തിൽ അലങ്കോലപ്പെട്ടു. ആ പരിപാടി പിന്നീട് അവിടെ വെച്ച് അവസാനിച്ചു എന്നാണ് തോന്നുന്നത്. സായ്കുമാറുണ്ട്. സായ്കുമാർ, സൂര്യകാന്ത് മിശ്രയുടെ ആ ഒരൊറ്റ വാക്കാണ് ഇന്ത്യയിൽ പാറ്റ വിപ്ലവത്തിന് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ലണ്ടനിൽ പോയി പ്രസംഗിച്ചപ്പോൾ വലിയ പ്രതിഷേധം എന്ന് പറയാൻ പറ്റൂല, ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിൽ സംഘാടകർ പ്രകോപിതരായി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിച്ചത് ആ പരിപാടിയിൽ സായ്കുമാർ? ഡോക്ടർ അരുൺകുമാർ, ലണ്ടൻ സർവകലാശാലയിലെ ബിർക്ബെക്ക് കോളേജിൽ ആണ് ചീഫ് ജസ്റ്റിസ് പങ്കെടുത്ത പരിപാടി ഉണ്ടായിരുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അന്താരാഷ്ട്ര നിയമവും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം സദസ്സിൽ നിന്ന് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട സെക്ഷനാണ്. ആ സമയത്താണ് സദസ്സിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി ഇന്ത്യയിൽ ഈ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിനെക്കുറിച്ചും യുവാക്കളുടെ ഭാവിയെക്കുറിച്ചൊക്കെയുള്ള പ്രതിസന്ധികളെക്കുറിച്ചുള്ള ചോദ്യം ചീഫ് ജസ്റ്റിസിനോട് ഉന്നയിച്ചത്. ആ സമയത്ത് മോഡറേറ്റർ ഇടപെടുകയായിരുന്നു. ഇത് എയും അന്താരാഷ്ട്ര നിയമവും എന്ന വിഷയത്തിൽ മാത്രം ഊന്നിയുള്ള ഒരു സെമിനാറാണ്, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാവൂ എന്ന് മോഡറേറ്റർ പറയുകയായിരുന്നു. ആ സമയത്ത് സദസ്സിലുണ്ടായിരുന്ന മറ്റ് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. അങ്ങനെ ഈ പരിപാടി തടസ്സപ്പെടുകയാണ്, അലങ്കോലപ്പെടുകയാണ് ഉണ്ടായത്. ഗിവ് സം റെസ്പെക്ട്, ഞങ്ങൾ കുറച്ച് റെസ്പെക്ട് നൽകൂ എന്നൊക്കെ സദസ്സിൽ നിന്ന് ആളുകൾ വിളിച്ചു പറയുന്നതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കേൾക്കുകയും ചെയ്യാം. എന്തായാലും ഈ പരിപാടി തടസ്സപ്പെട്ടു. ഈ നടത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പൂർണ്ണമായും ഈ വിദ്യാർത്ഥികളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് പിന്നീട് പ്രതികരിച്ചത്. അതിഥികളായി എത്തുന്ന ആളുകളോട് മാന്യമായി പെരുമാറണം എന്നതടക്കമുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒരുപക്ഷെ നിയമ നടപടിയിലേക്കടക്കം യുവാക്കൾക്കെതിരെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന ഒരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ലണ്ടനിലും പാറ്റ വിപ്ലവത്തിന്റെ വേറൊരു തരത്തിലുള്ള അലയൊലിയാണ് പ്രേക്ഷകർ കേട്ടത്. ഈ സംഭവങ്ങൾക്കെല്ലാം തുടക്കം എങ്ങനെയാണ്? അത് ഈ ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്ര ഒരു കേസിൻ്റെ ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിവാദം നടക്കുന്ന സമയത്ത് പറഞ്ഞു, ഇവിടുത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരിൽ ചിലർ റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ ആക്ടിവിസ്റ്റുകളായിട്ടും ചില ആളുകൾ പാറ്റകളായിട്ടും ഒക്കെ വരുന്നു എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ടായി. ചെറുപ്പക്കാരുടെ ബുദ്ധിമുട്ടല്ലല്ലോ, ആ ചെറുപ്പക്കാരുടെ സ്വന്തം കുഴപ്പമല്ലല്ലോ അവർക്ക് തൊഴിലില്ലാതെ പോകുന്നത്. അവർ അഭ്യസ്ത വിദ്യരാണ്, അവർക്ക് തൊഴിലവസരങ്ങളില്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങളെ പാറ്റകളെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു. വളരെ പെട്ടെന്നാണ് പിന്നീട് ഒരു ഇൻസ്റ്റാഗ്രാം ഉണ്ടാവുന്നത്, സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നത്. അഭിജിത്ത് ദീപ് കെ എന്ന് പറയുന്ന ബോസ്റ്റണിൽ പഠിക്കുന്ന, അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഒരാൾ വളരെ പെട്ടെന്ന് അതിൻ്റെ നേതൃത്വ നിലയിലേക്കൊക്കെ എത്തുന്നത്. ഇനി കാത്തിരുന്നറിയാം എന്ത് സംഭവിക്കും എന്നുള്ളത്. പ്രകോപിപ്പിച്ചിരിക്കുന്നത് ചെറുപ്പക്കാരെയാണേ.